തെരുവു നായ്ക്കളെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സംഭവങ്ങൾ ഏറുന്നു. ഭീകരവാദ സംഘടനകളുടെ ആയുധ പരിശീലനമെന്ന് ആശങ്ക. ഭീതിയിൽ ജനം. വനന്തരപ്പള്ളിയിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സൂചന. ഭർത്താവ് കസ്റ്റഡിയിൽ. പയ്യൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. രേഖയുടെ ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാറിനായി തിരച്ചിൽ ഊർജിതം. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സെപ്റ്റംബറിൽ തുറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 2 മാസത്തിനുള്ളിൽ കൂടുതൽ മൃഗങ്ങളെ സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കുമെന്ന് മന്ത്രി. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 17ാം ബ്ലോക്കിൽ തുടർച്ചയായി പുലിയിറങ്ങുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികളുമായി വനംവകുപ്പ്. രാത്രികാല പട്രോളിംഗ് ഊർജിതമാക്കി. നമസ്കാരം. വാർത്തകൾ വിശദമായി. തെരുവു നായ്ക്കളെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സംഭവങ്ങൾ ഏറുന്നു. ഭീകരവാദ സംഘടനകളുടെ ആയുധ പരിശീലനമെന്ന് ആശങ്ക. ഭീതിയിൽ ജനം. TCV സ്പെഷ്യൽ റിപ്പോർട്ട്. അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് TCV പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്ത് വ്യാപകമായി തെരുവു നായ്ക്കളെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന, കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. അന്ന് പോലീസ് ഒരു സ്പെഷ്യൽ സംഘത്തെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. പിന്നീട് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നു. ചില തീവ്രവാദ സംഘടനകൾ ആയുധ പരിശീലനത്തിന്റെ ഭാഗമായി തെരുവു നായകളെ മാരകമായി ആക്രമിക്കുന്നു, കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സമീപ ദിവസങ്ങളിൽ ജില്ലയിലും ഇത്തരം സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് പുല്ലരിയിൽ ഒരു തെരുവു നായയെ ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച ഒരു വാർത്ത TCV സംപ്രേഷണം ചെയ്തു. അന്ന് സമീപത്തുള്ള ഒരു വീട്ടമ്മ ഈ നായയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു. ആ നായ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. ഇപ്പോൾ പറപ്പൂർ അന്നകരയിലാണ് TCV വാർത്താ സംഘം നിൽക്കുന്നത്. ഇവിടെ സമീപ ദിവസങ്ങളിലായി ഏതാനും നായ്ക്കളെ ഇത്തരം രീതിയിൽ മാരകമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തു വരുന്നു. ഇത് പുറത്തറിയുന്നത് കലാകാരൻ കൂടിയായ ശ്രീ ദേവരാജൻ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം TCV അറിയുന്നത്. ഇതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. ഏതാണ്ട് 3 ആഴ്ചയോളായിട്ട് ഈ നായ നമ്മുടെ ഈ വീടിൻ്റെ പരിസരത്തും പുറത്തൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കഴുത്തിൽ വലിയൊരു മുറിവുണ്ട്. അത് മാരകമായ മുറിവ് തന്നെയാണ്. വലിയ ആയുധം കൊണ്ട്, മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളതാവണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മളതിനെ പെട്ടെന്നൊന്നും അതിനെ പിടിച്ച് കെട്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മിഞ്ഞാന്ന് രാത്രി വൈകുന്നേരം നമ്മളതിനെ കണ്ടു. അതിൻ്റെ വർഗ്ഗവരയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ തലേദിവസങ്ങളിലൊക്കെ വർഗ്ഗവരൊന്ന് കിടക്കാറുണ്ടാവും. ഞാൻ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. മിനിഞ്ഞാന്ന് ഈ മണം പൊന്തുകയും അവിടെ ഞാനും എൻ്റെ മകനും കൂടി അതിനെ വർഗം വരയെന്ന് എടുത്ത് കുഴി കുത്തി. അതിന് ഇതുപോലെ നേരത്തെയും വീട്ടിലെ നായ തന്നെ ഇങ്ങനെ ആക്രമണത്തിനിടയായിട്ടുണ്ടെന്ന് പറയുന്നു. ഇതേ എൻ്റെ വീട്ടിൽ തന്നെ ഇതേ മട്ടിൽ ഞങ്ങൾ വളർത്തുന്ന ഒരു നായ, അതിനും ബ്രൗണീനെ വിളിക്കാറുള്ളത്. അത് ഇതേ മട്ടിൽ തന്നെ 2 വർഷം മുന്നേ തലയ്ക്ക് മാരകമായി വെട്ടിച്ചിട്ട് മരിക്കുകയുണ്ടായിട്ടുണ്ട്. മറ്റൊരു സംഭവം കൂടി പറഞ്ഞു. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ലാബ്, ഒരു വലിയ നായയാണ്, കണ്ടാൽ നല്ല സൗന്ദര്യമുള്ള നായയാണ്. അതിനെ ഗൺ ഷോട്ട് കൊണ്ട് ആരോ വെടിവെച്ചിട്ട് ഈ ഷോട്ട്, ഈ ബുള്ളറ്റ് ഒരു ഭാഗത്തുനിന്ന് മറുഭാഗത്തേക്ക് തള്ളിപ്പോയിട്ടുണ്ട്. അവിടെ മുഴുവനും 2 ഭാഗങ്ങളിലും രക്തം ഒലിപ്പിച്ചിട്ട് വാർന്ന നായ ഈ എൻ്റെ ഇതുപോലെ ഒരു മോട്ടോർ ഹൗസ് ഉണ്ട്, അവിടെയൊക്കെ വന്ന് കിടക്കാറുണ്ട്. ഒരാഴ്ച മുമ്പ് പുല്ലരിയിലുണ്ടായ സംഭവം TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇദ്ദേഹം ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടുകൂടിയാണ് ഈ സംഭവവും പുറത്തറിയുന്നത്. ഇതുപോലെ അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായേക്കാം. കാരണം നേരത്തെയും ഇത്തരം റിപ്പോർട്ടുകൾ ജില്ലയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. പറപ്പൂർ അന്നകരയിലേതിന് സമാനമായി പുല്ലഴിയിലും ഒരാഴ്ച മുമ്പ് തെരുവു നായ്ക്ക് ക്രൂരമായി വെട്ടേറ്റിരുന്നു. അന്ന് ആ നായയെ സംരക്ഷിച്ച് ചികിത്സ നൽകിയ വീട്ടമ്മയായ സതിയെക്കുറിച്ച് TCV വാർത്ത നൽകിയിരുന്നു. അവർ തന്നെ ഇതിനെക്കുറിച്ച് പറയും. അന്നിവിടെ നന്നായി മുറിവുണ്ടായിരുന്നു. അതിൻ്റെ മുഖത്ത് മോൾഭാഗം ഇങ്ങനെ മുറിഞ്ഞ പോലെയായിരുന്നു. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ചികിത്സ കൊടുത്തതാണ്. എന്തോ ആയുധം കൊണ്ട് വെട്ടി നന്നായി പരിക്കേൽപ്പിച്ച പോലെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ചികിത്സ വെച്ചിട്ട് ഇപ്പോൾ ഭേദമുണ്ട്. അങ്ങനെ ഇത്രയും ക്രൂരമായ സംഭവങ്ങൾ ജില്ലയിലും മറ്റു പലയിടങ്ങളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് ആയുധ പരിശീലനത്തിനായി വെട്ടി പരിക്കേൽപ്പിക്കുന്നതാണോ അതോ ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ എന്ന് കണ്ടെത്തേണ്ടത് അധികൃതരാണ്. അങ്ങനെ ജനങ്ങളുടെ ഭീതി അകറ്റുകയും വേണം. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ.
വരന്തരപ്പിള്ളിയിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സൂചന. ഭർത്താവ് കസ്റ്റഡിയിൽ. വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കണ്ണാറ കരടിയള തെങ്ങനാൽ വീട്ടിൽ കുഞ്ഞുമോന്റെ ഭാര്യ 36 വയസ്സുള്ള ദിവ്യയാണ് മരിച്ചത്. യുവതിയെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് കരുതുന്നത്. യുവതിയുടെ കഴുത്തിൽ പാടുകൾ കണ്ടെത്തി. ഭർത്താവ് കുഞ്ഞുമോനെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. ഫോറൻസിക് വിരയടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സരീഷ് ചേരുന്നു. സരീഷ്, ഇന്ന് രാവിലെയായിരുന്നു വരന്തരപ്പിള്ളിയിൽ യുവതിയെ മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തുന്നത്. എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? ഇപ്പോൾ നിലവിൽ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അല്പം മുമ്പാണ് ഫോറൻസിക്കും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും അതുപോലെ ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വരന്തരപ്പിള്ളി പോലീസും ചേർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത്. ഇന്നലെയാണ് ഈ യുവതിയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് ഒരു 4:30യോടെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം ഭർത്താവ് പറഞ്ഞ നെഞ്ചുവേദനയെ തുടർന്ന് ഭാര്യ മരിച്ചു എന്നാണ് സമീപവാസികളോട് ആദ്യം പറയുന്നത്. പിന്നീട് രാത്രി വൈകി ബന്ധുക്കളെയൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് വീട്ടിലെത്തിയ ആളുകളും അതുപോലെ തന്നെ സംശയം തോന്നിയ പോലീസും ഈ ഇൻക്വസ്റ്റിന്റെ ഭാഗമായിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് കഴുത്തിൽ ഒരു മുറിവിന്റെ പാട് കാണുന്നതും ഇത് സംശയാസ്പദമായ രീതിയിലേക്ക് മാറുന്നതും. അതിനുശേഷം പോലീസ് തന്നെ ഭർത്താവായ കുഞ്ഞുമോനോട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചതിലൂടെയാണ് പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നതിനെന്നപ്പോഴാണ് സംശയത്തിൽ എത്തിച്ചേരുന്നത്. കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. പോലീസ് ഇപ്പോഴും പറയുന്നത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണമില്ല. കാരണം അത് കൃത്യമായി പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഈ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആള് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കൂടുതലായി ചോദ്യം ചെയ്ത് വരികയാണ്. കൂടുതൽ ഇപ്പോൾ ഇന്നലെ പറഞ്ഞതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇയാൾ പറഞ്ഞ കാര്യങ്ങളും ഇപ്പൊ പറയുന്ന കാര്യങ്ങളും രണ്ടു തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. അതാണ് സംശയത്തിന് പിന്നെ എങ്ങനെയാണ് ഈ കൊലപ്പെടുത്തിയത് എന്നും എപ്പോഴാണ് കൊലപ്പെടുത്തിയെന്നുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് നമുക്ക് അതിന് വിവരം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളൂ. ഒരു ഏകദേശം 3 മണിക്കൂറിന് ശേഷമേ ഔദ്യോഗികമായിട്ട് ഇത് സ്ഥിരീകരണം ഉണ്ടാവുള്ളൂ ചാലക്കുടി ഡിവൈഎസ്പി നമ്മളെ അറിയിച്ചത്. നിലവിൽ ഇതൊരു കൊലപാതകം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു തന്നെയാണ് പോലീസിന്റെ അന്വേഷണം തുടരുന്നത്. ശരി സരീഷ്. വരന്തരപ്പിള്ളിയിലെ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന സൂചനയിൽ തുടരുന്നു. മറ്റു വാർത്തകളിലേക്ക്. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. പടിയൂരിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന രേഖ, മാതാവ് മണി എന്നിവരെ 2-ാം തീയതിയാണ് വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തു ഞെരിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് കണ്ടെത്തിയിരുന്നു. രേഖയുടെ ഭർത്താവ് കോട്ടയം സ്വദേശിയായ പ്രേംകുമാറാണ് കൊലപാതകം നടത്തിയത്. പ്രേംകുമാർ ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് രേഖയെ പ്രേമം നടിച്ച് കല്യാണം കഴിച്ചത്. പ്രതിക്കായി അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. പക്ഷേ സംഭവം നടന്ന് 6 ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സെപ്റ്റംബറിൽ തുറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 2 മാസത്തിനുള്ളിൽ കൂടുതൽ മൃഗങ്ങളെ സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മധ്യവേനൽ അവധിക്കാലമായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തൃശൂർ മൃഗശാലയും മ്യൂസിയങ്ങളും സന്ദർശിച്ചത് 72,014 പേരാണ്. തൃശൂർ മൃഗശാല പുത്തൂരിലേക്ക് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തകൃതിയായാണ് നടക്കുന്നത്. ജൂൺ മാസം അവസാനത്തോടെ പുത്തൂർ മൃഗശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും. സെപ്റ്റംബറിൽ തന്നെ മൃഗശാല പുത്തൂരിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ മൃഗശാല എന്ന് വിളിക്കപ്പെടുന്ന സുവോളജിക്കൽ പാർക്കിന്റെ അന്ത്യഘട്ടങ്ങളിലേക്ക് പുത്തൂർ പോവുകയാണ്. അവിടേക്ക് കൊണ്ടുവരേണ്ട മൃഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ മാറ്റുന്നതിന്റെ പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ നടക്കുകയാണ്. ജൂൺ മാസത്തോടുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ടെല്ലാം അവസാനിക്കും. സുവോളജിക്കൽ പാർക്ക് ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് സെപ്റ്റംബർ മാസത്തോടുകൂടി തുറന്നു കൊടുക്കണം എന്ന വിധത്തിലാണ്. ആ വിധത്തിൽ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ മൃഗങ്ങളെയും ജൂൺ ജൂലൈ മാസത്തോടുകൂടി പൂർണ്ണമായിട്ടും സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിക്കാനാകും. വിദേശത്ത് നിന്ന് 4 മൃഗങ്ങളാണ് വരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള EOI ക്ഷണിച്ച് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്ട്
6 മാസക്കാലത്തെ സമയമാണ് പൊതുവിൽ അതിന് വരാൻ വേണ്ടി പോകുന്നത്, അനാക്കോണ്ട ഉൾപ്പെടെ. പക്ഷെ അത് രജിസ്റ്റർ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളെ പുത്തൂരിലെത്തിക്കും. അനാക്കോണ്ട അടക്കം വിദേശങ്ങളിൽ നിന്നായി 4 മൃഗങ്ങളെയും 4 സംസ്ഥാനങ്ങളിലെ മൃഗശാലകളിൽ നിന്നുള്ള മൃഗങ്ങളെയും പുത്തൂരിലെത്തിക്കും. തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂരിലേക്ക് മൃഗങ്ങളെ മാറ്റുന്ന നടപടികൾ വൈകില്ലെന്നും കേന്ദ്ര സൂ അതോറിറ്റിക്ക് കത്തയച്ചതായും മന്ത്രി അറിയിച്ചു. കേന്ദ്ര സൂ അതോറിറ്റിയുടെ അനുവാദം ഇതിനകം ലഭ്യമായതാണ്. അതിനുണ്ടാകുന്ന സാങ്കേതികമായൊരു കാലയളവുണ്ട്. എല്ലാ കാലത്തും ഇത്ര നാൾക്കുള്ളിൽ മാറ്റണം എന്ന പ്രശ്നം വരും. അത് പിന്നീട് നീട്ടിത്തരും. സാധാരണ നിലയ്ക്ക് അങ്ങനെയാണ് ഉണ്ടാകുക. അത് നീട്ടി നൽകാൻ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കത്ത് ഇതിനകം തന്നെ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അവരുമായി അക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു തടസ്സമാകില്ല. കൃത്യമായിട്ട് ആ കാര്യം നടന്നു വരും. മൃഗങ്ങളെ മാറ്റുന്ന നടപടി കൃത്യമായി തീർന്ന് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ആദ്യഘട്ടമായിട്ട് അത് നാടിന് സമർപ്പിക്കും. തൃശൂർ മൃഗശാലയിൽ നിന്ന് മയിലടക്കം വിവിധയിനം പക്ഷികളെയും മാനുകളെയും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയിരുന്നു. വ്യത്യസ്തമായ പക്ഷിമൃഗാദികളെത്തുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതിനായി കാത്തിരിക്കുകയാണ് ഏവരും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വലിയ തിരക്കാണ് തൃശൂർ മൃഗശാലയിൽ അനുഭവപ്പെടുന്നത്. തൃശൂർ മൃഗശാല പുത്തൂരിലേക്ക് മാറ്റുന്നതോടെ ഈ തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകര, TCV ന്യൂസ്. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിൽ തുടർച്ചയായി പുലിയിറങ്ങുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി വനംവകുപ്പ്. വളർത്തുപശുവിനെ പുലി ആക്രമിച്ച് വകവരുത്തിയ ദിവസം മുതൽ രാത്രികാലത്ത് എല്ലായിടത്തും പെട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വാഴച്ചാൽ DFO IS സുരേഷ് ബാബു അറിയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ ഉൾപ്പെടുത്തി അന്വേഷണം ഊർജിതമാക്കും. പശു ചത്തുകിടന്ന ഭാഗത്ത് പിറ്റേ ദിവസവും പുലിയെ കണ്ടത് തോട്ടം മേഖലയിൽ അങ്കലാപ്പുണ്ടാക്കിയിരുന്നു. ഇവിടെ തന്നെ ഒരു പുലിക്കുട്ടിയെ കണ്ടതാണ് ആളുകൾക്ക് ഏറെ ഭയമുണ്ടാക്കിയത്. ഈ സാഹചര്യത്തിൽ ബുധനാഴ്ച പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താനും DFO തീരുമാനിച്ചിട്ടുണ്ട്. പുലി വകവരുത്തിയ പശുവിന്റെ ഉടമ കുറ്റിയിൽ ബിജുവിന് നഷ്ടപരിഹാരം നൽകുമെന്നും DFO പറഞ്ഞു. TCV ന്യൂസ്, ചാലക്കുടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ബുധനാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. വെണ്ടോർ യൂണിയൻ സ്റ്റോപ്പിലെ ഇറച്ചിക്കടയിൽ നിന്നും വാങ്ങിയ ഇറച്ചിയിൽ പുഴുവിനെ കിട്ടിയതായി പരാതി. വരാക്കര സ്വദേശി വാങ്ങിയ ഇറച്ചിയിലാണ് പുഴുവിനെ കിട്ടിയത്. പുതുക്കാട് പോലീസിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകി. പഴകിയ ഇറച്ചി വിൽപ്പന നടത്തിയതിന് നേരത്തെയും ഈ സ്ഥാപനത്തിനെതിരെ പരാതിയുണ്ട്. വീണ്ടും ട്രോളിംഗ് നിരോധന കാലം. തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകളിൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾക്ക് ഇനി ക്ഷാമകാലമാണ്. കാലാവസ്ഥാ വ്യതിയാനവും മത്സ്യക്ഷാമവും ഈ മേഖലയെ പ്രതികൂലമായി ബാധിച്ച സമയത്താണ് ട്രോളിംഗ് നിരോധനം കടന്നുവരുന്നത്. യന്ത്രവൽകൃത ബോട്ടുകളെ മാത്രമല്ല ട്രോളിംഗ് നിരോധനം പ്രതികൂലമായി ബാധിക്കുക. മത്സ്യവിതരണം, സംസ്കരണം, കയറ്റിറക്ക്, ഐസ് പ്ലാന്റ് തുടങ്ങി മത്സ്യവിപണന കേന്ദ്രങ്ങളോട് ചേർന്നുള്ള ചായക്കടകളെ പോലും ട്രോളിംഗ് നിരോധനം പ്രതിസന്ധിയിലാക്കും. 10,000-ഓളം ബോട്ടുകളുടെ എഞ്ചിൻ നിലയ്ക്കുന്നതോടെ മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളുടെ അടുപ്പിൽ തീയണയും. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതീക്ഷയുടെ കാലമാണ്. ബോട്ടുകൾ കളം വിട്ട കടലിൽ വല നിറയ്ക്കാമെന്ന പ്രത്യാശയിലാണിവർ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. പരിഹാരമുണ്ട്. പട്ടം വിറ്റിരിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറി. കേരള വിഷൻ, കേരള നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. എരുമപ്പെട്ടിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരനായ കരിയന്നൂർ കൊട്ടേക്കാട് വീട്ടിൽ വിനോദിനാണ് പരിക്കേറ്റത്. ഇയാളെ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്ന്യങ്കര ടോൾ പ്ലാസയിൽ നിന്നും 7.5 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള സ്റ്റാൻഡിലോടുന്ന ഓട്ടോ ടാക്സി വാഹനങ്ങൾക്ക് പാസ് അനുവദിച്ചു.
350 രൂപയുടെ പാസിനുള്ള അപേക്ഷ കൊടുത്തു തുടങ്ങി. ആധാർ കാർഡ്, RC ബുക്ക് എന്നിവയുടെ കോപ്പിയും ഫാസ്ടാഗ് നമ്പറുമായി ഫോം പൂരിപ്പിച്ച് നൽകുക എന്നതാണ് നടപടി. പാലക്കാട് കളക്ടറേറ്റിൽ കെ രാധാകൃഷ്ണൻ MP, PP സുമോദ് MLA, ജില്ലാ കളക്ടർ, MDM, നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ചലച്ചിത്ര നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോയുടെ സംസ്കാരം നാളെ നടക്കും. മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മൃതദേഹം ഇന്ന് വൈകിട്ട് മുണ്ടൂരിലെ വീട്ടിലെത്തിക്കും. ബംഗളൂരുവിലേക്കുള്ള യാത്രയ്ക്കിടെ സേലം ധർമ്മപുരിക്കടുത്ത് നല്ലംപള്ളിയിലുണ്ടായ വാഹനാപകടത്തിലാണ് CP ചാക്കോ മരിച്ചത്. തൃശൂർ നഗരത്തിൽ അപകടാവസ്ഥയിലുള്ള നിരവധി കെട്ടിടങ്ങളുടെ ബലക്ഷമതാ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിയാറായി. ഈ സാഹചര്യം വിനിയോഗിച്ച് ഇത്തരം കെട്ടിടങ്ങൾക്കെതിരെ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കണമെന്ന് കൗൺസിലർ ജോൺ ഡാനിയേൽ ആവശ്യപ്പെട്ടു. ചട്ടപ്രകാരം കോർപ്പറേഷനെ കെട്ടിടങ്ങളുടെ ലൈസൻസ് റദ്ദാക്കി പൊളിച്ചു നീക്കാൻ നോട്ടീസ് നൽകി തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ വൻകിടക്കാർക്ക് നേരെ കോർപ്പറേഷൻ അധികാരികൾ കണ്ണടയ്ക്കുകയാണ്. മുനിസിപ്പൽ ചട്ടം ഉപയോഗിച്ച് ജനങ്ങളുടെ ജീവനെ സുരക്ഷ ഉറപ്പുവരുത്താൻ മേയർ തയ്യാറാകണമെന്ന് ജോൺ ഡാനിയേൽ പറഞ്ഞു. നിർമ്മാണത്തിൽ അഴിമതിയെന്ന് ആരോപണം. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്ന് അരിമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ഫാം റോഡ് നിർമ്മിക്കേണ്ടയിടത്ത് ഉയരം കൂടിയ ബണ്ട് നിർമ്മിച്ചത് മൂലം കർഷകർക്ക് ദുരിതം മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. റീബിൽഡ് കേരള പദ്ധതി പ്രകാരം 3000 കോടി രൂപയാണ് കോൾ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അനുവദിച്ചത്. വിളക്കുമാടം പടവിൽ 5.5 കോടിയോളം രൂപയാണ് ബണ്ട് റോഡ്, സ്ലൂയിസുകൾ തുടങ്ങിയ പ്രവൃത്തികൾക്കായി ചെലവഴിച്ചത്. ഇതിന്റെ പാളിച്ച പറ്റിയിട്ടുള്ളത് KLDC ഉദ്യോഗസ്ഥർക്കും അതേപോലെ തന്നെ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്കും അടക്കം വരാവുന്ന ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ ഉത്തരവാദി. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഇവിടുത്തെ ഭരണകർത്താക്കളായ CPMന്റെ പ്രധാനപ്പെട്ട ചില ഭാരവാഹികളാണ്. അവരാണ് ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നടത്തിപ്പുകാർ തന്നെ പരാതിക്കാരായി ആ പരാതിക്കാരുടെ വേഷത്തിൽ വന്ന് അവർ നടപടിയെടുക്കണമെന്നാണ് ഇന്നലെ ഇവിടെ കണ്ടത്. വ്യക്തമായിട്ടും നമ്മൾക്ക് മനസ്സിലാകുന്നത് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലാണ് ഇവിടെ ചില പൊതുപ്രവർത്തകർ പ്രവർത്തിക്കുന്നത്. ഇത് ദുർവിനിയോഗം ചെയ്ത ഇതിന് വ്യക്തമായിട്ട് നമ്മൾ നടപടിയെടുക്കുമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. അശാസ്ത്രീയ നിർമ്മാണം മൂലം വർഷകാലത്ത് സമീപ കരകളിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണുള്ളതെന്ന് തൃശൂർ കോൾ കർഷക സംഘം മെമ്പർ അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ ആരോപിച്ചു. ഉയരം കൂടിയ ബണ്ട് നിർമ്മിച്ചതുമൂലം സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ടു. പഞ്ചായത്തിൽ നടന്ന ചർച്ചയിൽ ഫാം റോഡ് മതിയെന്ന് കർഷകർ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും KLDC അത് വകവയ്ക്കാതെ കരാറുകാരന്റെ താൽപര്യം കണക്കിലെടുത്ത് ബണ്ട് നിർമ്മിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇടിഞ്ഞുകിടക്കുന്ന അടമ്പും ചാലും പ്രദേശവും നേതാക്കളും കർഷകരുമായ അജീഷ് മാമ്പുള്ളി, പുരുഷോത്തമൻ, കൃഷ്ണകുമാർ, വിജി ആന്റണി തുടങ്ങിയവർ സന്ദർശിച്ചു. TCV ന്യൂസ്, തൃശൂർ. തോളൂർ പഞ്ചായത്തിലെ മുള്ളൂർ കായൽ റോഡരികിന്റെ സൗന്ദര്യവൽക്കരണം തുടങ്ങി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് മുള്ളൂർ കായൽ റോഡരികിൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച് മനോഹരമാക്കുന്നത്. നട്ടുപിടിപ്പിച്ച ചെടികളുടെ തുടർ പരിചരണവും വ്യാപാരികൾ ഏറ്റെടുത്തിട്ടുണ്ട്. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി PP ജോണി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. കോടശ്ശേരി പഞ്ചായത്തിലെ മലയോര മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ തുടരുന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ചായ്പൻകുഴി സെന്റ് ആന്റണീസ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും നടത്തി. പൊതുയോഗം ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ ഫാദർ വിൽസൺ ഈരത്തറ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ജിജോ ചക്കേത്ത് അധ്യക്ഷത വഹിച്ചു. പറയൂ അധികാരികളെ, കാർഷിക പ്രതിഷേധം സിന്ദാബാദ്. നമ്മുടെ ജെറുസലേം യൂണിറ്റിന്റെ, അതായത് നമ്മുടെ ടാങ്കിന്റെ യൂണിയൻ ഓഫീസിന്റെ ആ സൈഡിൽ കൂടെ ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിനെ കൊടിയേറി. ഫാദർ ചെറിയാൻ മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ, ജനറൽ കൺവീനർ ഡേസൺ പുലിക്കോട്ടിൽ, ഡേവിസ് ചെറുവത്തൂർ, കൈക്കാടന്മാരായ ജോൺസൺ പുലിക്കോട്ടിൽ, ആന്റോണിയോ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് തിരുനാൾ. വടക്കാഞ്ചേരി
വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ദേവാങ്കണം ചാരുഹരിതം പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PK രാജേഷ് അധ്യക്ഷനായിരുന്നു. ദേവസ്വം സൂപ്രണ്ട് കൃഷ്ണകുമാർ, രജനി, PR രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ വിശുദ്ധ മറിയം ത്രേസ്യ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് ആയിരങ്ങളെത്തി. ആഘോഷത്തിന്റെ ഭാഗമായി നേർച്ചയൂട്ട് നടന്നു. തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ കാർമ്മികനായി. പാണഞ്ചേരി പഞ്ചായത്തിലെ പട്ടിക്കാട് 3-ാം വാർഡിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമം മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് PG ബേബി അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് അംഗം KC അഭിലാഷ്, മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ, ബ്ലോക്ക് പ്രസിഡന്റ് KN വിജയകുമാർ, KPCC അംഗം ലീലാമ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി കോടതിയിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും ബാർ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച പരിസ്ഥിതി സംരക്ഷണ വാരാഘോഷം മുൻസിഫ് TK യഹിയ ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PC എൽദോൺ അധ്യക്ഷനായി. ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് NS മനോജ്, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് PK ദിനേശൻ, അഡ്വക്കേറ്റ് സൗമ്യ മായാദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. മെറീന പോൾ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലർ റെജി ജോ അധ്യക്ഷത വഹിച്ചു. അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ, മുൻ പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രസന്ന, സിസ്റ്റർ റോഷിനി, MU മുത്തു തുടങ്ങിയവർ സംസാരിച്ചു. ബലിപെരുന്നാളിന്റെ പ്രധാന ചടങ്ങായ വുള്ളുഹിയത്ത് ചാവക്കാട്, തിരുവത്ര, പുതിയറ DRM കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി. മഹലിലെ മുഴുവൻ വീടുകളിലേക്കും മാംസം വിതരണം ചെയ്തു. ഭാരവാഹികളായ മനാഫ്, യൂസഫ് ഹാജി, TM സലാം, അബ്ബാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി തിരുനാളിനോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ G സക്കരപ്പറ്റേക്കൽ, ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ KC ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭാരതീയ മസ്ദൂർ സംഘ് BMS എളനാട് യൂണിറ്റ് വാർഷിക സമ്മേളനം BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. SSLC +2 വിജയികളെ സമ്മേളനത്തിൽ ആദരിച്ചു. K മാധവൻ, P രാജഗോപാൽ, NK പ്രകാശൻ, TH രാധിക തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ, വെള്ളി ഗ്രാമിന് 117 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,711 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവു നായ്ക്കളെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സംഭവങ്ങൾ ഏറുന്നു. ഭീകരവാദ സംഘടനകളുടെ ആയുധ പരിശീലനമെന്ന് ആശങ്ക. ഭീതിയിൽ ജനം. വരന്തരപ്പിള്ളിയിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. ഭർത്താവ് കസ്റ്റഡിയിൽ. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. രേഖയുടെ ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാറിനായി തിരച്ചിൽ ഊർജിതം. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സെപ്റ്റംബറിൽ തുറക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. 2 മാസത്തിനുള്ളിൽ കൂടുതൽ മൃഗങ്ങളെ സുവോളജിക്കൽ പാർക്കിലെത്തിക്കുമെന്ന് മന്ത്രി. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിൽ തുടർച്ചയായി പുലിയിറങ്ങുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികളുമായി വനം വകുപ്പ്. രാത്രികാല പട്രോളിംഗ് ഊർജിതമാക്കി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.